എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇന്ന് ഇതുപോലെ കുഞ്ഞ് ബനിയൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഉപകാരമുള്ള പല വീഡിയോകളും ഞാൻ ഇടുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോകരുത്. അപ്പോൾ ഇത് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമ്മൾ ബനിയനുകളെല്ലാം കൈ ഭാഗം ഇതുപോലെ വെട്ടിയെടുക്കുക. സ്ട്രൈറ്റ് ആയിട്ട് വെട്ടിയാൽ മതി കൈയിൻ്റെ ഭാഗം. അതുപോലെ കഴുത്തിൻ്റെ ഭാഗവും നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. പിന്നെ ഇവിടെ സൈഡ് ഞാൻ വെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെയാണ് വെട്ടിയെടുക്കുന്നത്. കുട്ടികളുടെ പഴയ ബനിയനുകൾ നമുക്ക് ഇപ്പൊന്നും പഴയ സാധനങ്ങളൊന്നും ആരും ഉപയോഗിക്കില്ലല്ലോ. ഒക്കെ പുതിയത് വലിയ വില കൊടുക്കാതെ തന്നെ നമുക്ക് വിപണിയിൽ കിട്ടും. അതുകൊണ്ട് തന്നെ ആർക്കും പഴയതൊന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്കത് കത്തിച്ച് കളയാനും മടിയാണ്, ഒഴിവാക്കാനും മടിയാണ് എന്നുള്ള ഭാഗത്തിലായിരിക്കും കുറേ ബനിയനുകളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ എങ്ങനെ നമുക്ക് രണ്ടാമതൊന്ന് ഉപയോഗ വസ്തുവാക്കി മാറ്റാം എന്നുള്ളതാണ് ഇട്ടത്. അപ്പോൾ വളരെ ഉപകാരമായിരുന്നു. അപ്പോൾ ഇതുപോലെ കയ്യിൻ്റെ ഈ വെട്ടുള്ള ഭാഗമില്ലേ, അതൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, എല്ലാ ഭാഗവും ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വശം ഇതുപോലെ അടിച്ചെടുത്തിട്ട് പിന്നെ നമുക്കിത് കണ്ട ഇതുപോലെയാണ് വെട്ടിയെടുക്കുന്നത്. കണ്ട ഒരു ഭാഗം അവിടെ വെട്ടി നമ്മൾ വേർപെടുത്തെടുക്കുന്നില്ല. ഇതുപോലെ നമ്മൾ വെട്ടി എന്നാൽ വല്ലാതെ ചെറിയ പീസാക്കും വേണ്ട, അത്യാവശ്യം വീതിയുള്ള പീസുകളാക്കിയിട്ട് എടുക്കുക. ഇതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇതുപോലെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കിത് എല്ലാം ഇതുപോലെ തന്നെ വെട്ടിയെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെയാണ് വെട്ടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ പീസുകളും വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പീസിനെ കണ്ടോ ഇതുപോലെ അടുക്കി വെച്ച് കൊടുക്കാം. മേൽക്ക് മേലെ വെച്ചിട്ട് നമുക്കൊരു 4-5 പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്കിതിൻ്റെ മുകൾ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് അത് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഈ വക്ക് നമ്മൾ വെട്ടിയെടുത്ത ഭാഗം സൈഡ് വാശ് അടിച്ച ഭാഗം കുറച്ച് കനം കൂടുതലായിരിക്കും. ആ ഭാഗം നമുക്ക് ഇതുപോലെ ഒരു വെട്ടി ഒഴിവാക്കാം. കണ്ടല്ലേ, ഇതുപോലെ വെട്ടി ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് 2 പീസായിട്ടാണ് ഇപ്പോൾ നമ്മൾ തയ്ച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് തുടയ്ക്കുന്നതിന് മോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 1 രൂപ പോലും ചിലവില്ലാതെ നമുക്ക് വീട്ടിലൊരു മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മോപ്പിൻ്റെ തുണികളൊക്കെ നമുക്ക് ഇതുപോലെ പഴയത് വേസ്റ്റായ സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ചെറിയൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെയാണ് അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുപോലുള്ളൊരു ബനിയൻ്റെ പീസാണിത്. അത് നമുക്ക് എങ്ങനെയാണ് വെച്ച് കൊടുക്കാൻ പറ്റുക എന്ന് നോക്കുക. അതുകൊണ്ടോ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഇതിലേക്കൊന്ന് അടിച്ചെടുക്കാം. അതുപോലെ മറ്റേ സൈഡിലും ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ 2 ഭാഗത്തായിട്ട് നമുക്കിത് അടിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെയൊക്കെ പഴയത് കളയുന്ന സാധനങ്ങളൊക്കെ ഇതുപോലെയൊക്കെ ചെയ്തെടുത്താൽ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ ഇതിന് നമുക്കിവിടെ നടുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഇത് കോലിലൂടെ ഇട്ടിട്ട് തുടയ്ക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഹോള് നല്ലതായിരിക്കും. നമ്മൾ മോപ്പിൻ്റെ അടിഭാഗത്തെ പ്ലാസ്റ്റിക്കൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ കോലിലിട്ട് തുടയ്ക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഹോൾ ഇട്ടിട്ട് ഇതിൻ്റെ ചുറ്റും അടിച്ചു കൊടുക്കുക. അങ്ങനെ അടിച്ചെടുക്കുമ്പോൾ നമുക്കിത് പിന്നെ ഇത് വല്ലാതെ വലുതായി പോവില്ല ഹോള്. അപ്പോൾ അവിടെ കറക്റ്റായിട്ട് നിന്നോളും. എപ്പോഴും ഒരേ വലുപ്പത്തിൽ, മറ്റേത് ഇത് വീതി കൂടി വലുതായി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അടി ഇട്ട് കൊടുക്കുക. 2-3 അടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഹോള് കറക്റ്റായിട്ട് ചെറിയൊരു ഹോളായിട്ട് തന്നെ എപ്പോഴും ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ 2 സൈഡിലായിട്ട് നമ്മൾ തയ്ച്ചെടുത്തിട്ടുള്ള ഈ ഒരു പീസ് നമുക്ക് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ 1-2 പീസ് 2 അടി അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഉറപ്പോട് കൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോകരുത്. ഇതുപോലെ നിങ്ങൾക്ക് വല്ല അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ഇതുപോലെ ഒരു ഉടായ്പ പണിയാണെന്ന് അറിയാം, എങ്കിലും ഞാൻ ചെയ്തൊരു പണി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇതിൽ കൂടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. എന്താണെങ്കിലും ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ഇതുപോലെ ബനിയനൊക്കെ ഇഷ്ടംപോലെ ബാക്കി ഉണ്ടാവും. നമ്മൾ
അധികം വില കൊടുത്ത് മോപ്പൊക്കെ വാങ്ങി തുടയ്ക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. നല്ല സുഖമുണ്ട് തുടയ്ക്കാൻ. തുടച്ചിട്ടുണ്ടെങ്കിലും നല്ല വൃത്തിയുണ്ട് കേട്ടോ. നല്ല ക്ലിയറായി കിടക്കുന്നുണ്ട്. നല്ല പിഴിഞ്ഞ മുറുകണ തുണിയാണല്ലോ ബനിയൻ ക്ലോത്ത്. അതുകൊണ്ടാണ് ഞാനിത് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരമാവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഇത് വീഡിയോ ആയിട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ 2 ഭാഗവും തയ്ച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇപ്പോൾ ഇതേപോലെയാണ് ഇരിക്കുന്നത്. അത്യാവശ്യം നമുക്ക് പിഴിയാൻ മാത്രം തുണിയുണ്ട്. പിന്നെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് നമ്മൾ. നല്ല ഇതുപോലെയാണുള്ളത് കേട്ടോ. പിന്നെ ഇതിൻ്റെ അടിഭാഗം കണ്ട, ഇതിൻ്റെ അടിഭാഗത്ത് നമ്മൾ അടി വരുമ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് കനം വരും. അപ്പോൾ നമുക്കിത് പലതും പല വലുപ്പത്തിലാണ്. പല ബനിയനും പല വണ്ണമല്ല ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ അതുകൊണ്ട് ഇത് പല വലുപ്പമാണ്. അപ്പോൾ ഇതൊരു അളവാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒപ്പം വെച്ചിട്ടൊന്ന് വെട്ടിയിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ തുമ്പൊക്കെ വെട്ടി കളഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് ഒരേ വലുപ്പത്തിലുണ്ടാവും. അപ്പോൾ ഇതുപോലെയാണുള്ളത്. ഇത് ഞാൻ പറഞ്ഞില്ല ഇതൊരു ഉടായിപ്പ് പണിയാണെന്ന്. പക്ഷേ ഇതുപോലെയുള്ള പണി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് നല്ല ഉപകാരമായിട്ട് എനിക്കിത് തുടയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് കോലിലിട്ട് കാണിക്കാം. എൻ്റെ അടുത്ത് 2 കോലുണ്ട്. ഒന്ന് നൂലുള്ള കോലാണ്. പക്ഷേ ആ നൂലോട് തുടച്ചിട്ട് വെച്ചാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നൂലിങ്ങനെ നമ്മൾ തുടച്ച് കഴിഞ്ഞാലും പൊടിയായിട്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇത് പഴയ കോലാണ്. ഈ ഇങ്ങനത്തെ കോലിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കോലിലൂടെ ഇടുമ്പോൾ ഇതുപോലെയാണ് നമ്മൾ മുക്കി പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് കോലിലൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ കോലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കണ്ടോ ഇതുപോലെ ഉണ്ടാവും. നമുക്കിതുകൊണ്ടൊന്ന് തുടച്ച് നോക്കാം. കുഴപ്പമില്ല, നല്ല സുഖമുണ്ട് ഇട്ട് തുടയ്ക്കാൻ. പക്ഷേ ഇതെന്താ കുറച്ച് നീളം കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ മോപ്പിനേക്കാളിലും നമ്മൾ ബനിയൻ ക്ലോത്തിന് നീളം കുറച്ച് കൂടുതലാണ് കേട്ടോ. എങ്കിലും തുടച്ചിട്ട് കഴിഞ്ഞപ്പോൾ നിലം നല്ല ക്ലിയർ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പോൾ ഞാൻ ഇത് പിറ്റേ ദിവസം ഞാൻ ഉണങ്ങിയതിന് ശേഷം ഞാൻ ഇതുമ്പോൾ ഒന്നുകൂടെ പണി ചെയ്തു. നമ്മളിത് ആദ്യമായിട്ട് ചെയ്യല്ലേ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഇതുമ്പോൾ പണിയെടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ കാണിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ അതിൻ്റെ തുമ്പ് കുറേ നീളം കൂടുതലെന്ന് പറഞ്ഞില്ലേ, ആ തുമ്പിനെ പിടിച്ച് ഒന്നും കൂടെ ഇതിലേക്ക് വെച്ചിട്ട് ഒരടിയും കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ എല്ലാ തുമ്പും അങ്ങനെ ഇട്ട് കൊടുത്തപ്പോൾ നമുക്കിപ്പോൾ ഈ മോപ്പിൻ്റെ തുമ്പ് ഇതുപോലെ മടങ്ങിയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. കണ്ടില്ലേ? ഇതുപോലെ മടങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഈ കോലിലും ഇടാം, അല്ലാതെ നമുക്ക് നമ്മുടെ മറ്റേ നൂലുള്ള കോലിലും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ നൂലുള്ള കോലിലിട്ടിട്ട് തുടയ്ക്കുന്നത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ അഴിച്ചെടുക്കാണ്. അപ്പോൾ നമ്മൾ അഴിച്ചെടുത്ത് ഇത് ഇട്ടിട്ടുണ്ട്. കണ്ടില്ലേ? ഇതുപോലെ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നമുക്ക് സുഖമായിട്ട് ഇതുകൊണ്ട് തുടച്ചെടുക്കാൻ പറ്റുമേ. അപ്പോൾ നല്ല വീഡിയോയുമായി വരാം. ബായ്.